ഹലോ. സോ ഇന്നത്തെ വീഡിയോ അതിന് മുന്നേ ഞാൻ കുറച്ച് ബേസിക് ഇൻട്രൊഡക്ഷൻസ് പറയാം. സോ അബൌട്ട് ദി വെതർ അപ്ഡേറ്റ്സ്, സണ്ണിയാണ്. പക്ഷേ ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി മെയ് 21 കേട്ടോ. സോ മെയ് 20th 19th ഒക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. ഓക്കെ. ആൻഡ് പക്ഷേ ഇന്ന് സണ്ണി വെതറാണ്. ഞാൻ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം വെതർ സണ്ണിയാണ്. കാരണം എന്നാലല്ലേ ഈ പാർക്കിലൊക്കെ വന്നിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, എനിക്കങ്ങ് പോകുന്നു. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ അപ്പോയിൻമെൻറ്റ്സും കഴിഞ്ഞു ഇവിടുത്തെ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നമ്മളിവിടെ വന്നിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ചെറ്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. ഇതിരിക്കാൻ പറ്റത്തില്ല ഇത്. കാണാൻ പറ്റിയോ? ഉണ്ടോ ചെറ്റ് പോകുന്നു? കണ്ടില്ലെങ്കിൽ പിന്നെ കാണിച്ചു തരാം. ഓക്കെ. ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് ഓക്കെ. സോ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഏകദേശം എല്ലാം തീർന്നു. അന്നേരം എനിക്ക് PPSൻ്റെ കാർഡ് വന്നു, ട്രാവൽ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എല്ലാം ആയി. ഇനിയും കിട്ടാനുള്ളത് GNIB കാർഡാണ്, അല്ലെങ്കിൽ IRP കാർഡാണ്. പക്ഷേ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ടിൽ അതിൻ്റെ നമ്പരും കാര്യങ്ങളും എല്ലാം അവർ എൻ്റർ ചെയ്ത് തരും. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ എൻ്റെ GNIB അപ്പോയിൻമെൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ഓർ IRP അപ്പോയിൻമെൻറ്റ്. GNIB സ്റ്റാൻഡ്സ് ഫോർ ഗാർഡ ഏതാണ്ട് ഒരു ബ്യൂറോ, ഒക്കെ അറിയത്തില്ല. IRP എന്ന് പറയുന്നത് ഐറിഷ് റെസിഡൻസ് പെർമിറ്റ്. ഗാർഡ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസിന്, നമ്മുടെ നാട്ടിൽ പോലീസ് എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഗാർഡ എന്നാണ്. ഓക്കെ. സോ എൻ്റെ GNIB അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ എൻ്റെ അപ്പോയിൻമെൻറ്റിന് ഞാൻ പോയപ്പോൾ എന്തൊക്കെ കൊണ്ടുപോയി, എങ്ങനെയായിരുന്നു കാര്യങ്ങളെന്നൊക്കെയാണ്. വളരെ ചെറിയ വീഡിയോ കേട്ടോ. സോ നമ്മൾ കൊണ്ടുപോകേണ്ട മെയിനായിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. സോ അത് നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ വേണേൽ പറയാം. നമ്മൾ അപ്പോയിൻമെൻറ്റിൻ്റെ തലേദിവസം തന്നെ നമുക്ക് പിന്നെ ഒരു ഇമെയിൽ കൺഫർമേഷൻ വരും. നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഉണ്ട്, നിങ്ങൾ വന്ന് അപ്പോയിൻമെൻറ്റ് അറ്റൻഡ് ചെയ്യണം എന്ന് വരും. ഓക്കെ. അന്നേരം ആ ഇമെയിലിൽ തന്നെ ഒരു PDF അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ PDF പ്രിൻ്റ് ഔട്ട് എടുക്കുക. നേരത്തെ കാലത്തെ എല്ലാം സ്പോട്ടിൽ പോയി ചെയ്യാതെ. നമ്മുടെ നാട്ടിലെ അക്ഷയ അതുകൂട്ടൊന്നും അല്ല. നമ്മളിതെല്ലാം അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ഈ ഡേറ്റൊക്കെ കിട്ടുകയെന്ന് തന്നെ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് കുത്തിയിരുന്ന് നോക്കിയൊക്കെ റീസ്കെഡ്യൂൾ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, മനസ്സിലായോ? അന്നേരം ആ ഫോം പ്രിൻ്റ് എടുക്കുക. കാരണം നമ്മുടെ ഈ കാർഡെല്ലാം നമുക്ക് പോസ്റ്റൽ വഴിയാണ് വരുന്നത് കേട്ടോ. സന്തോഷിക്കൂ. സോ പോസ്റ്റൽ വഴി വരുന്നതിനാണ്. അന്നേരം നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ആ പ്രിൻ്റ് ഔട്ടിൽ കിടക്കേണ്ടത്. പ്രിൻ്റ് ഔട്ടിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് വേണമെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് എൻ്റർ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പെൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പെന്ന് വെച്ച് എൻ്റർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് വിഷയമില്ല. ഓക്കെ. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട, സോ ഇതാണ് ഫസ്റ്റ് ഡോക്യുമെൻറ്റ്. സെക്കൻഡ് അല്ല, ഞാനങ്ങ് പറയുക, പാസ്പോർട്ട്. എവിടെ പോയാലും പാസ്പോർട്ട് കൊണ്ടുപോകാം. തേർഡ് തിങ് ഈസ് നമ്മുടെ ഫീസ് റെസീപ്റ്റ്. നമ്മളിവിടെ കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ കുറച്ച് ഫീസൊക്കെ അടച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്. ആ ഫീസ് റെസീപ്റ്റ് എടുക്കുക. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പേപ്പേഴ്സ്. സോ ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരണം കേട്ടോ. ഇവർ ഒരു ഡിജിറ്റൽ കോപ്പീസ് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് വേണ്ടതെല്ലാം ഫിസിക്കൽ കോപ്പീസാണ്. സോ അത് മറക്കരുതേ. പിന്നെ നമ്മൾ കൊണ്ടുവരേണ്ടത് മെഡിക്കൽ ഇൻഷുറൻസ്, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ കോളേജിൻ്റെ ഓഫർ ലെറ്റർ പ്ലസ് കോളേജ് ജനറൽ റെഫറൻസ് ലെറ്റർ. അത് നമുക്കിവിടെ വരുമ്പോൾ അത് കിട്ടും. നമ്മളിവിടെ വന്ന് നമ്മുടെ കോളേജിൻ്റെ സൈറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പേടിക്കണ്ട. ഇതെല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പോവുക കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടത് ഒരു 300 യൂറോ. 300 യൂറോ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 30,000 രൂപ. ഓ മൈ ഗാഡ്. നാട്ടിലൊക്കെ ആധാറും പാൻ കാർഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. പിന്നെ അക്ഷയ ചേച്ചിയുടെ ആ സെൻറ്ററിലെങ്ങാണ് 500, അങ്ങേരം മേലെ 1000 രൂപയിലും കൊടുത്തിച്ചാൽ മതി. അവരുടെ സർവീസ് ചാർജ് 1000 ആവത്തില്ല. ഞാനൊരു സമ്മപ്പ് ചെയ്ത് 30,000 രൂപ. മൈ ഗാഡ്. എന്തായാലും ആട്ടെ, 30,000 എടുത്തല്ലേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ പാസ്പോർട്ടിൽ അടിച്ചു തരും, ഇത്ര നാളിനകം നമ്മളിവിടെ റെസിഡൻസ് പെർമിറ്റ് എടുക്കണം എന്നുള്ളത്. അതാണ് ഈ ഐറ്റം. ഓക്കെ. സോ ഈ റെസിഡൻസ് പെർമിറ്റ് ആക്ച്വലി 1 ഇയറിലേക്ക് വേണ്ടിയാണ് കേട്ടോ.
ഓക്കെ. സോ ഇത്ര ഐറ്റം കൊണ്ടാണ് നമ്മൾ GNIB അപ്പോയിൻമെൻറ്റിന് പോകേണ്ടത്. സോ ഞാൻ GNIB അപ്പോയിൻമെൻറ്റിന് പോയ കഥയാണ് ഞാൻ പറയുന്നത്. വളരെ മിനിമലായിട്ട് പറയാം കേട്ടോ. സോ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഏത് ദിവസമായിരുന്നു, ആ ദിവസം മറന്നു. ഏതായാലും മെയ് മാസത്തിലാട്ടോ. ഇത് 21-ാം തീയതി ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കേട്ടോ. 21 മെയ്യിൽ എടുക്കുന്ന വീഡിയോ ആണ്. 21-ാം തീയതി ഓഫ് മെയ് മന്തിൽ എടുക്കുന്ന വീഡിയോ ആണ്. സോ അതിന് മുന്നായിരുന്നു, ഏതോ ഒരു വെള്ളിയാഴ്ചയായിരുന്നു എനിക്ക് അപ്പോയിൻമെൻറ്റ്. ഓക്കെ, വെള്ളിയായിരുന്നു. ഓക്കെ. സോ 11 AM അപ്പോയിൻമെൻറ്റ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, 11 AM. സോ എനിക്കിവിടുന്ന് സിറ്റി സെൻറ്ററിലാണ്, നമ്മൾ ബെർക്വേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡബ്ലിനിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. വേറെ ലൊക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്ത് ഈ ഒറ്റ ഒരു ലൊക്കേഷനേ ഉള്ളായിരുന്നു. ബാക്കിയുള്ള കൗണ്ടീസിലെ കാര്യം എനിക്ക് എല്ലാ കൗണ്ടിയിലും കാണും, അല്ലെ പിന്നെ ഇത്രയും ട്രാവൽ ഔട്ട് ചെയ്ത് വരത്തില്ലേ. അന്നേരം ഡബ്ലിനിലുള്ളത് ബെർക്വേ സിറ്റി സെൻറ്ററിൻ്റെ അടുത്താണ്. എനിക്കിവിടെ സിറ്റി സെൻറ്റർ കമ്മ്യൂട്ടേഷൻ ഭയങ്കര എളുപ്പമാണ്. ലുവാസ് ഉണ്ട്. എൻ്റെ വീഡിയോ കാണുമ്പോൾ പറയും, നിങ്ങൾ ലുവാസൊക്കെ ഇപ്പം നിങ്ങൾക്ക് സുപരിചിത ബൈക്കാണ്. ലുവാസിൽ കയറി സിറ്റി സെൻറ്ററിൽ മാക്സിമം പോലെ 20 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. സോ എൻ്റെ PPSN അപ്പോയിൻമെൻറ്റ് നടന്ന ഓഫീസിൻ്റെ ഒരു സൈഡിലാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ L എന്ന് പറയുന്ന ലെറ്റർ എടുക്കുകയാണെങ്കിൽ വെർട്ടിക്കലി ആണ് PPSN ഓഫീസെങ്കിൽ ഹൊറിസോണ്ടലി ഇരിക്കുന്ന പാർട്ടിലാണ് GNIB ഓഫീസ്. ഞാൻ ബേസിക്കലി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻഡിക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത് റിവർ ബാർ. അവിടെ റിവർ ബാർ എന്ന് പറയുന്ന ഒരു പബ്ബാന്ന് തോന്നുന്നു, അല്ലേ ബാറായിരിക്കണം. ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു സെറ്റപ്പ് അല്ല, ഒരു ബിൽഡിംഗ് ഉണ്ട്. സോ അതിൻ്റെ ഹൊറിസോണ്ടൽ ലൈനിൽ GNIB ഓഫീസും വെർട്ടിക്കൽ ലൈനിൽ PPSN ഓഫീസും. പക്ഷേ PPSN ഓഫീസ് പലർക്കും പലയിടമാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് കിട്ടിയത് എല്ലാം ഒരേ സ്ഥലത്തായിരുന്നു. ചിലർക്ക് വേറെ ഡബ്ലിനിൽ തന്നെ വേറെ സ്ഥലത്തും കിട്ടിയവരുണ്ട് കേട്ടോ. ഓക്കെ. സോ ലൊക്കേഷനൊക്കെ നോക്കി പോവുക. അന്നേരം ഞാൻ ഇവിടെ നിന്നൊരു 9:30 ആയപ്പോൾ എനിക്കന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ സാറിന് മെയിലൊക്കെ അയച്ചിട്ടാണ് പോയത്, സാർ ഐ ഹാവ് GNIB അപ്പോയിൻമെൻറ്റ്. എന്നിട്ട് അവർ അറ്റൻഡൻസ് തരുമെന്നാണ് പറയപ്പെടുന്നത്. അന്നോ ഇല്ലയോ എനിക്ക് കയറി നോക്കണം. അവിടെ ചെല്ലുമ്പോൾ തന്നെ വാതിക്ക് 2 ചേട്ടന്മാർ, സെക്യൂരിറ്റി ചേട്ടൻ, ഹെൽപ്പിന് റിസപ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, 2 ചേട്ടന്മാർ നിൽപ്പുണ്ട്. അവർക്ക് നമ്മൾ ഈ ഇമെയിൽ കാണിച്ചു കൊടുക്കുക, നോക്കും ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ്. അന്നേരം അതിലൊരു അപ്പോയിൻമെൻറ്റ് നമ്പറുണ്ട്, ABCDVQ43F അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്പറുണ്ട്. ഓക്കെ, ആൽഫ ന്യൂമറിക്കൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളൊരു നമ്പറുണ്ട്. സോ അവരോട് നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് സമയത്തിനെത്തുക, അല്ല അതിന് മുന്നേ എത്തിയാലും സീനൊന്നുമില്ല കേട്ടോ. സമയം കഴിഞ്ഞെത്തിയ സീനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ മുന്നേ അല്ല പോയേ. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് പറഞ്ഞു തരും, അവിടെ ഒരു മെഷീനുണ്ട്. ഞാൻ എൻ്റെ ഷോർട്സിൽ അത് ഇടാം കേട്ടോ. ആക്ച്വലി അവിടെ ക്യാമറാസും വീഡിയോഗ്രാഫിയും എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. ഞാനാണെങ്കിൽ പാത്തും പതുങ്ങിയൊക്കെ എടുത്തതാണ്. പക്ഷേ ഞാനീ പറഞ്ഞ ഈ പ്രിൻറ്റിങ് മെഷീൻ വരെ പോകുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് സമ്മതിക്കത്തില്ല. എങ്ങാനും ഈ വീഡിയോ എങ്ങാനും വൈറലാകുവാണെന്നുണ്ടെങ്കിൽ അവരെങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അവിടെ ഭയങ്കര ചെക്കിങ്ങും ക്യാമറയൊക്കെ ഇരിക്കുക. ഓക്കെ, ഓഫീസൊക്കെ ഭയങ്കര അടിപൊളി കേട്ടോ. നല്ല ഭയങ്കര സഫിസ്റ്റിക്കേറ്റഡ് ഓഫീസസ്. അവിടെ ചെല്ലുക, നമ്മൾ ആ മെഷീനിലേക്ക് നമ്മൾ ഈ ടോക്കണൊക്കെ കിട്ടത്തില്ലേ, അതുകൊണ്ട് തന്നെ ആ മെഷീനിലേക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ വേണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അന്നേരം നമുക്ക് നമ്മുടെ ടോക്കൺ നമ്പർ കിട്ടും. ആ ടോക്കൺ നമ്പറും പിടിച്ചുകൊണ്ട് അകത്ത് പോയിരിക്കുക. അവിടെ ഇങ്ങനെ ABCD എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് കിട്ടിയത് B സ്ലോട്ടാണ്. അതിൽ ഒരു നമ്പർ എനിക്ക് കിട്ടിയത്. ഇങ്ങനെ ഏകദേശം ഒരു 10-24-25 കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഐറിഷ് ലേഡീസ്, ഐറിഷ് ജെൻറ്റിൽമെൻ ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ് ഓഫീസാണല്ലോ. അവിടെ ചെല്ലുക, നമ്മുടെ ടോക്കൺ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോസസ്സ് ഒന്നും ഭയങ്കര ഡിഫിക്കൽട്ടല്ലേ, നമുക്ക് മനസ്സിലാക്കാവുന്ന ഞാൻ അവിടെ ഇവിടെ എല്ലാം പിടിക്കുന്നല്ലേ, ക്ഷമിക്കും. നമുക്ക് പ്രോസസ്സൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വലിയ ഡിഫിക്കൽട്ടൊന്നുമല്ല. നമ്മുടെ നമ്പർ വിളിക്കും. ഞാൻ ഈ മേൽപ്പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാമായിട്ട് അങ്ങോട്ട് ചെല്ലുക. എൻ്റെ ഒരു കാര്യം ചിന്തിക്കുക, ഞാനൊരു €300 കാര്യം പറഞ്ഞില്ലേ, അത് നമ്മുടെ
സ്വന്തം കാർഡിൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഫോറക്സ് കാർഡ് എൻ്റെ പേരിൽ ഫോറക്സ് കാർഡ് എടുത്ത് ഈ ഫോറക്സ് കാർഡിൽ ഈ 300 യൂറോ ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഡെബിറ്റ് കാർഡ് ഒന്നും കൊണ്ടുവരാതിരിക്കുക, ഭയങ്കര സർവീസ് ചാർജ് ആവും. നമ്മുടെ ഇന്ത്യൻ മണി ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കണ്ടമാനം ടാക്സ് പിടിക്കും. വെറുതെ എന്തിനാ ഫോറക്സ് ഒക്കെ ഇട്ടിട്ട് വല്ല 100-300 രൂപ കൊടുക്കാനുള്ളത് 10,000-3000 ഒക്കെ ഒരു ട്രാൻസാക്ഷൻ കൊടുക്കുക. ഒരു ട്രാൻസാക്ഷൻ അല്ല, മൊത്തത്തിലായിരിക്കും, എനിക്കറിയില്ല. എനിക്കറിയാമെന്ന് വെച്ചാൽ ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാട്ടോ. നിങ്ങൾ വീഡിയോ നീളുന്നു. അന്നേരം സ്വന്തം പേരിലുള്ള എടുക്കുക. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പോയപ്പോൾ അവളുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നിത്യ. അന്നേരം അവളുടെ ബ്രദർ ഇൻ ലോയുടെ കാർഡും കൊണ്ട് അവൾ പോയത്. അവിടെ ചെന്നപ്പോൾ കാർഡ് ഹോൾഡർ അവളല്ല. എനിക്കറിയില്ലായിരുന്നു ആ ഇൻഫർമേഷൻ. കാരണം നമ്മളിങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴല്ലേ നമ്മൾ ആ ഇൻഫർമേഷൻ അറിയുന്നത്. അന്നേരം അവർ പറഞ്ഞു, അന്നേരം കാർഡ് ഹോൾഡർ വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ ആളും അവിടെ ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം. നമ്മൾ വേറെ ആരുടെയും എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവന്നുണ്ടെങ്കിൽ ആളെ പൊക്കിക്കൊണ്ട് പൊക്കോണം. പിന്നെ അവൾക്ക് ബുദ്ധിയുണ്ട്. ഞാൻ വല്ലവായിരുന്നെങ്കിൽ അവിടെ നിന്ന് പപ്പം പാടിച്ചതിനെന്ന് എനിക്ക് തോന്നുന്നു. അവൾ പറഞ്ഞു ആൾ നാട്ടിൽ പോയിക്കുക. ഇനിയത് പറയുന്നതൊക്കെ ഇഷ്ടപ്പെടും കേട്ടല്ലേ. ഇപ്പം ഞാനെന്ത് കൊടുക്കാനാണ്, നാട്ടിൽ പോയേക്കുവാന്ന്. പ്രാക്ടിക്കൽ തിങ്കിങ് നമ്മൾ ഓർക്കണം. ഞാൻ വല്ലതാണെങ്കിൽ സാർ അവർ പറഞ്ഞ ആൾ ഫിസിക്കലി വേണം. അവളന്നേരം ബുദ്ധിപൂർവ്വം പറഞ്ഞു ആൾ നാട്ടിൽ പോയേക്കുക, ഒന്നും പറ്റത്തില്ല. കാരണം ആളുടെ അപ്പോയിൻമെൻറ്റ്. അന്നേരം നോക്കിയല്ലോ ഉണ്ടോ. അന്നേരം പറഞ്ഞു എന്നാൽ പിന്നെ പുള്ളിയോടൊരു വാട്സപ്പ് ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമെയിലോ അയക്കാൻ പറഞ്ഞു. പുള്ളി ഇന്ന പുള്ളിയുടെ കാർഡ് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ബന്ധു അല്ല ചേട്ടനൊക്കെ വേറണ്ടേ. പുള്ളി ബേസിക്കലി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ എന്തോ എടുത്തേനെ, ചേട്ടാ വായോ ഞാൻ ആ പ്രാക്ടിക്കൽ ലോജിക്കൽ ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനല്ലായിരുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു. ഞാനവിടെ വിറയ്ക്കുന്നതെന്ന് തോന്നുന്നില്ലേ. അപ്പോൾ ഞാനവിടെ നിന്ന് കരഞ്ഞ്. അതെനിക്ക് ആ ഇടി കേട്ടപ്പോൾ റിയലി ഭയങ്കര ഹാറ്റ്സ് ഓഫ് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ അത് സോ അന്നേരം സ്വന്തം പേരിലുള്ള കൊണ്ടുപോകല്ല, എല്ലാവരുടെയും പേരിലുള്ളതൊക്കെ ആണെങ്കിൽ അവരെയും കൊണ്ടുപോവുക. PPSൻ്റെ കൂട്ടത്തിന് അഡ്രസ് പ്രൂഫിൻ്റെ ആവശ്യമില്ല. ആകെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിൽ അഡ്രസ് സെൻറ്റർ കൊടുക്കുന്നതേ ഉള്ളൂ. സോ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ടോക്കൺ വരും. നമ്മൾ ആ റെസ്പെക്റ്റീവ് കൗണ്ടേഴ്സിലേക്ക് ചെല്ലുക. അന്നേരം അവർ നമ്മളോട് ഡോക്യുമെൻറ്റ്സ് എല്ലാം വെക്കാൻ പറയും. അവിടെ ഡിജിറ്റൽ കോപ്പീസ് കൊണ്ടുപോകരുത്, എടുക്കത്തില്ല അവർ. ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് കോപ്പീസ് കൊണ്ടുപോവുകയേ ചെയ്യരുത്. നമ്മൾ കൊണ്ടുപോകേണ്ടതെല്ലാം ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുക. പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അത് ഇങ്ങനെ നല്ല രസമാണ് അത് കാണാൻ കേട്ടോ. ഇങ്ങനെ വെസ്പറിനകത്ത് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ടോക്കൺ പേപ്പർ വരെ അവർ മേടിക്കും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പേനയൊന്നും കൊണ്ടുപോകണ്ട. അവർ പേനയൊക്കെ നമുക്ക് തരും കേട്ടോ. പേനയൊന്നും അവർ കെട്ടിയിട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കൂടി കെട്ടിയിടുന്ന പരിപാടിയൊന്നുമില്ല. എനിക്കൊന്നും ഇവരെല്ലാം പ്രിഫറിങ് ബ്ലാക്ക് ഇങ്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ PPSന് പോയപ്പോഴും ബ്ലാക്ക് ഇങ്ക് ആയിരുന്നു, ഇവിടെ ബ്ലാക്ക് ഇങ്ക്. പിന്നെ ഞാൻ എല്ലായിടത്തും പോയപ്പോൾ സ്വന്തമായിട്ട് പേന കൊണ്ടുവന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. മോശമല്ലേ അല്ലേ വീഡിയോ നിങ്ങൾ ശരിക്കും. അന്നേരം നമ്മൾ ഇതെല്ലാം കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് പറയും ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാൻ പറയും. നമ്മളന്നേരം നമ്മുടെ പാസ്പോർട്ടുള്ള സൈൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനീ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ തരുന്ന ആ പാസ്പോർട്ട് എന്തൊരു സാധനം ഉണ്ട് അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എല്ലാം ഈ ടോക്കൺ പേപ്പർ വരെ നമ്മൾ കൊടുക്കണം. അതിന് നമ്മളോടൊരു ക്യാമറയിലോട്ട് നോക്കിയിട്ട് പുഞ്ചിരിക്കാൻ പറയും. ആ ഫോട്ടോയാണ് നമ്മുടെ GNIB കാർഡിൻ്റെ അകത്തേക്ക് വരുന്നത്. നമ്മളതിൽ നോക്കി ഇളിപ്പിയായിട്ട് പല്ല് കാണിച്ചൊന്നും ചിരിക്കണം കേട്ടോ. ഒരു മാന്യമായിട്ടിരിക്കണം ശരിക്കും. നമ്മുടെ നാട്ടിലെ എൻ്റെ ആധാർ ഞാൻ 2ാമത്തെ വട്ടം പുതുക്കിയപ്പോൾ നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആധാറിനെ കുറ്റം പറയത്തില്ല. ഇവിടുത്തെ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട്. എൻ്റെ PPSN കാർഡ് വന്ന ഫോട്ടോ അടിപൊളിയാണ്. GNIBക്ക് ഞാൻ ഇരുന്നത് അടിപൊളിയായിട്ടാണ്. കാർഡ് വരുമ്പോൾ ബാക്കി അറിയാം. ഓക്കേ പിന്നെ ഇത്രേ ഉള്ളൂ. ഫോട്ടോയും ഒപ്പിട്ടോ മേടിച്ച് കഴിയുമ്പോൾ ആ ചേട്ടൻ നമ്മളോട് പറയും, മകളെ തണ്ട മെഷീനിലേക്ക് നിൻ്റെ കാർഡ് വെക്കൂ, 300 യൂറോ അടയ്ക്കൂ. അത് വെക്കുക മാത്രമേ ഒരു സുഖമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വെക്കുക. അതിന് നമ്മുടെ പൈസ എടുക്കുക. നമ്മുടെ കാർഡ് കാലിയാകും. ഇറങ്ങുക. അന്നേരം അവർ നമ്മുടെ പാസ്പോർട്ട് സീലടിച്ച് എല്ലാ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് സീലടിച്ച് തരും. ഇന്നത് ഇത്ര നാൾ വരെ നിങ്ങൾക്ക് ഈ കാർഡിന് വാലിഡിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കറിയാം, നമുക്ക് നാളത്തെ കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ. നാളെ എണ്ണിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലല്ലേ നമ്മളിന്ന് കിടക്കുന്നത്. സോ അത് കഴിയുമ്പോൾ നമ്മളിത് പുതുക്കണം എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ നമുക്കത് സീൽ ചെയ്ത് തരും. അന്നേരം അതിൽ തന്നെ നമ്മുടെ GNIB നമ്പർ അവർ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അവിടെ പാസ്പോർട്ട് ചെയ്ത് തരുവേ. സോ അത് വേണമെങ്കിൽ നമുക്ക് പ്രൂഫ് ഓഫ് വർക്കായിട്ട് എടുക്കാം. പിന്നെ കാർഡ് അപ്രോക്സിമേറ്റ്ലി 10 to 15 വർക്കിംഗ് ഡേയ്സിൽ വരുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിന് മുന്നേ വരുമായിരിക്കാം. കാരണം എനിക്ക് PPSന് വന്നത് 10 to 15 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ 8th ഡേയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് എനി വർക്കിംഗ് ഡേ കൗണ്ടിങ്
ഇൻക്ലൂസീവ് ഓഫ് ദി വീക്കെൻഡ്സ് എനിക്ക് 8th ഡേയിൽ വന്നു. ഞാൻ മെയ് 1 അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് എനിക്ക് മെയ് 8 എനിക്ക് കാർഡ് വന്നിരുന്നു. ആൻഡ് GNIB കാർഡ് 1 വർഷമുള്ള വാലിഡിറ്റി കേട്ടോ. പക്ഷേ PPSN നമുക്ക് 10 വർഷമുണ്ട്. PPSNും GNIB വേണം നമുക്കിവിടെ വർക്ക് കിട്ടണമെന്നുണ്ട്. കാരണം PPSN നമ്പർ കൊടുത്താൽ എന്തെങ്കിലും ടാക്സ് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ GNIB കാർഡ് ഇങ്ങനെ റെഫറൻസ് എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് ഈസ് ഫോർ സ്റ്റുഡൻറ്റ്, പെർ വീക്ക് ഇത്ര മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ വെക്കേഷനിൽ ഇത്ര മണിക്കൂർ, അതെല്ലാം വെണ്ടയ്ക്കാഴ്ചത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ഇതിനൊക്കെ കുറച്ച് ലീഗൽ ഇതുണ്ട്. നിങ്ങൾക്ക് അത് അറിയാവുന്നതേ ഉള്ളൂ. ഇല്ലീഗലായിട്ട് എന്ത് ചെയ്താൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അത്രേ ഉള്ളൂ. സോ ഇതായിരുന്നു എൻ്റെ PPSN അപ്പോയിൻമെൻറ്റ്. ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 10:30 ആയപ്പോൾ ചെന്ന് കേട്ടോ. ഏകദേശം ഒരു 11:30 ആയപ്പോഴത്തേക്ക് എൻ്റെ തീർന്നു. അത് കഴിഞ്ഞ് എനിക്ക് 12ന് ക്ലാസ് വന്നു. പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര സ്റ്റുഡിയസ് കുട്ടി ആയതുകൊണ്ട് ഞാൻ പിന്നെ 12 മണിക്കത്തെ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്തു. യുനോ ഇന്ന് നല്ല ഡേ ആയിട്ടും ആൾക്കാരൊക്കെ കുറവാണ്, അറിയില്ല. സോ ഞാൻ സണ്ണി ഡേ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ജെട്ട് പോകുന്നു, so many jets are over here. So that's about my GNIB appointment. Bye friends.